ഉരുളക്കിഴങ്ങൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ കുട്ടീസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ സ്റ്റിക്സിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഒരുപാട് സമയമൊന്നും വേണ്ടാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല കഴിക്കാൻ നേരത്ത് ഒരുപാട് തണുത്ത് പോവാതെ ചൂടോടുകൂടി തന്നെ കഴിക്കാം ട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതുപോലെ ടൊമാറ്റോ സോസിന്റെയോ ചില്ലി സോസിന്റെയോ അല്ലാന്നുണ്ടെങ്കിൽ മയോണൈസിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണം. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്റ്റിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മീഡിയം വലിപ്പത്തിലുള്ള ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മാത്രം മതി. ഇനിയിപ്പോൾ തൊലി കളഞ്ഞ് നല്ലോണം തന്നെ ഒന്നുകൂടെ വേവിച്ചെടുക്കാം നമുക്ക്. ഇതിപ്പോൾ കുക്കറിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വേവിച്ചെടുത്തതാണ്. വലിയ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇതേപോലെ ശരിക്കും ഒന്നുകൂടെ ഉടച്ചെടുക്കുക കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഒന്നുകൂടെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ വേണം നമ്മളൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതേപോലെ ഒരു ഫോക്ക് ഉപയോഗിച്ച് ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ല കളറ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. അതിനുശേഷം ഉരുളക്കിഴങ്ങും കോൺഫ്ലവറും എല്ലാ പൊടികളും നന്നായിട്ട് തന്നെ ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ ആ ഒരു രീതിക്ക് വേണം വരാനായിട്ട്. കുറച്ചും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ആദ്യം ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ മൊത്തം ഒരു 5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആട്ടോ ചേർത്ത് കൊടുത്തത്. ഓരോ ഉരുളക്കിഴങ്ങിന്റെ വ്യത്യാസപ്പെട്ടിരിക്കും നമ്മൾ എത്രത്തോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് ആദ്യമേ കുറച്ച് ചേർത്ത് കൊടുത്ത് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കൈ രണ്ട് നന്നായിട്ട് കഴുകി ശരിക്കും ഒന്ന് തുടച്ചതിന് ശേഷം വീണ്ടും ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ ഒന്നും കൂടി ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ലെവലാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ ആട്ടോ എടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സിപ്ലോ കവർ ഉണ്ടല്ലോ അത് എടുത്താലും മതി. ഇനിയിപ്പോൾ ബട്ടർ പേപ്പറും അതേപോലെ തന്നെ സിപ്ലോ കവറും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ എടുത്ത് പറ്റിയതിന് ശേഷം ഓരോ ചെറിയ ബോൾസ് പോലെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഒന്നും കൂടെ റെഡിയാക്കി എടുത്താലും മതി. ഇതാവുമ്പോൾ പണി പെട്ടെന്ന് തീരും കേട്ടോ. ഇതേപോലെ മേളിൽ ഒരു ബട്ടർ പേപ്പർ കൂടി വെച്ച് കൊടുത്ത് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ നന്നായിട്ട് ഒന്നും കൂടെ പരത്തിയെടുക്കാം. തീരെ കനം കുറച്ച് പരത്തരുത് കേട്ടോ. ഈ ഒരു കട്ടിയെങ്കിലും വേണം. ഇതുപോലെ ഒന്നും കൂടെ പരത്തിയെടുത്തിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മിക്സ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പകുതി ഭാഗം വെച്ച് പരത്തിയെടുത്താലും മതി. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ നമ്മുടെ ഫ്രീസറിലും കൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി കൂടി ഞാൻ എടുത്തതാ കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തൊക്കെ എടുക്കാനായിട്ട് നല്ല എളുപ്പം ഉണ്ടാവും. ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ പെട്ടെന്ന് കൂടെ കിട്ടും. അതുകൊണ്ടാണ് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ബട്ടർ പേപ്പർ എടുത്ത് മാറ്റി ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് നേരെ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇതേപോലെ പരത്തിയെടുക്കുമ്പോൾ ചപ്പാത്തി പലകയിൽ ഡയറക്റ്റ് വെച്ച് പരത്തുകയാണെന്നുണ്ടെങ്കിൽ അടിയിലൊന്ന് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാട്ടോ. അതുകൊണ്ടാണ് ഇതേപോലെ ഒരു ബട്ടർ പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിപ്ലോ കവറോ യൂസ് ചെയ്ത് നമ്മളൊന്ന് പരത്തിയെടുക്കുന്നത്. ഞാൻ ഈ ഒരു ഷേപ്പിലാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഓരോന്നെടുത്ത് നല്ല ചൂടായ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്ത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ടേസ്റ്റിന് ബേസ് ചെയ്തിരിക്കും. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കോൺഫ്ലവറും മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതേപോലെ കളറൊക്കെ മാറി നല്ലോണം തന്നെ ഒന്നുകൂടെ മൊരിഞ്ഞ് ശരിക്കും ഫ്രൈ ആയിട്ട് വരുമ്പോൾ കോരിയെടുക്കാം. അടുത്ത ബാച്ചും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടതാ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരിയെടുത്തിട്ട് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വലിയ ചൂടാറുന്നതിന് മുമ്പേ തന്നെ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മുളക് പൊടിയും കൂടി എല്ലാ ഭാഗത്തേക്കും ഒന്നുകൂടെ വിതറി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ മുളക് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെരി പൗഡറോ ഏതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കാശ്മീരി റെഡ് ചില്ലിയും കൂടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ചൂടാറിപ്പോയിട്ട് ചേർക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. നന്നായിട്ട് തന്നെ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്നും കൂടെ മിക്സാക്കി നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ സോസിൻ്റെയും അതേപോലെ തന്നെ മയോണൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ.
തണുത്ത് പോയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ഫീൽ കിട്ടില്ല, അതുകൊണ്ടാണേ. അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ നമ്മുടെ സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടീസിനെ എളുപ്പത്തിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റാവുന്ന നമ്മുടെ ഈ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പോൾ ഇതേപോലുള്ള 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.